Hi dear students, let's talk history. Making of contemporary India. നമ്മുടെ സെമസ്റ്റർ 6 സിക്സ്ത് സെമസ്റ്ററിലെ മെയിൻ സബ്ജക്റ്റുകളിലൊന്നാണ് അല്ലെങ്കിൽ മെയിൻ പേപ്പറുകളിലൊന്നാണ് മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനുള്ള ഭൂരിഭാഗം ടോപ്പിക്കുകളും നിങ്ങൾ ഫസ്റ്റ് ആൻഡ് തേർഡ് ഇയറിൽ പഠിച്ചത് തന്നെയാണ്. ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമസ്റ്ററിൽ ഉണ്ടായിരുന്ന ബേസിക് എക്കണോമിക്സ് ഉണ്ട്. ബേസിക് എക്കണോമിക്സിലുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഇന്ത്യ നേഷൻ ഇൻ ദ മേക്കിംഗ് എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു. ഈ പേപ്പറിലും പഠിച്ചിട്ടുള്ള ഭൂരിഭാഗം ടോപ്പിക്കുകളാണ് ഈ മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യ എന്നുള്ള പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ പേപ്പറിൻ്റെ പേര് പോലെ തന്നെ ഇന്ത്യ എന്ന രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ കണ്ടംപററി ഇന്ത്യ ആയിട്ട് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ രൂപീകരണ സമയത്ത് നടന്നിട്ടുള്ള പ്രശ്നങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഈ ഒരു പേപ്പറിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ, എത്ര ചാപ്റ്റർ ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ സിലബസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് മെയിനായിട്ട് മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യയിൽ 4 മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. 4 മൊഡ്യൂളുകളിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഫിഫ്ത്ത് സെമസ്റ്ററിലെ ഇന്ത്യ നേഷൻ ഇൻ ദ മേക്കിങ്ങിൽ പഠിച്ചിട്ടുള്ള മെയിൻ ടോപ്പിക്കുകളാണുള്ളത്. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ ബേസിക് എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ കുറച്ചുകൂടെ വിശദീകരിച്ച് നമ്മൾ പഠിക്കുകയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് ഇവിടെ. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പർ അല്ല, സിമ്പിളാണ്. നമ്മൾ റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് സെമ്മിലും ഫിഫ്ത്ത് സെമ്മിലും പഠിച്ചിട്ടുള്ളവരാണ് എങ്കിൽ പഠിച്ചവരാണ് എങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നു. പഠിക്കാത്തവരാണെങ്കിൽ ഒന്നും കൊണ്ട് വിഷമിക്കണം, നമ്മളത് ഇന്ന് തന്നെ പഠിക്കും. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾക്കൊരു കുറഞ്ഞ 5-6 ടോപ്പിക്കുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു പേപ്പറും അങ്ങനെ തന്നെയാണ്, ചെറിയ ടോപ്പിക്കുകളിലൂടെയാണ് പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണ്? അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ ഇന്ത്യ നേഷൻ ഇൻ ദ മേക്കിങ്ങിൽ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായിട്ട് അനുബന്ധിച്ച് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പോപ്പുലർ മൂവ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? ദെൻ ഇന്ത്യൻ പാർട്ടീഷൻ. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിനോടൊപ്പം തന്നെ എന്താണ്, ഇന്ത്യയെ വിഭജിക്കുകയും ചെയ്തു അല്ലേ. ഇന്ത്യയുടെ പാർട്ടീഷൻ എങ്ങനെയായിരുന്നു നടപ്പിലാക്കിയത്, എന്നാണ്, ഏത് ഇയറിൽ, ഏത് വർഷം, ഏത് സമയമാണ് പാർട്ടീഷൻ നടപ്പിലാക്കിയത്, അതുമായിട്ട് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടീഷനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ദെൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യം എങ്ങനെ ഏത് പ്രോസസ്സിലൂടെ നടപ്പിലായി. ദെൻ ഫാമിൻ. ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ നേരിട്ട വളരെ വലിയൊരു പ്രശ്നമാണ് ക്ഷാമം, ഫാമിൻ എന്ന് പറയുന്നത്. അതെന്നാണ് നടപ്പിലായത്? അല്ലെങ്കിൽ ഇന്ത്യ ഒരുപാട് ഫാമിൻസിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലേക്ക് വന്നപ്പം ഒരുപാട് ക്ഷാമ കാലഘട്ടങ്ങൾ ഇന്ത്യ നേരിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യ നേരിട്ടിട്ടുള്ള ഫാമിൻ പീരീഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. ദെൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള റൈറ്റുകൾ ഏതൊക്കെയായിരുന്നു? ദെൻ മൈഗ്രേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. എന്താണ് മൈഗ്രേഷനും അതിനുശേഷം നടന്നിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഇഷ്യൂസ് ഏതൊക്കെയാണ്? ദെൻ അതിനുശേഷം അതായത് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം അതായത് നമ്മൾ പറഞ്ഞു പാർട്ടീഷൻ നടപ്പിലായി, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വിഭജനം നടന്നു. അതോടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് മുസ്ലിംസ് ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പം മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു. മുസ്ലിംസിന് വേണ്ടി മറ്റൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് മാറിയതാണ്. അപ്പം ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിംസ് പെട്ടുപോയിട്ടുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒരുപാട് ഹിന്ദുസും പെട്ടുപോയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഒരു അർദ്ധരാത്രിയിൽ പ്രഖ്യാപിച്ചതായിരുന്നു ഈ പാർട്ടീഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു മൈഗ്രേഷനും റീഹാബിലിറ്റേഷനും ആ ഒരു സമയത്ത് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദെൻ ഇഷ്യൂസ് ഓഫ് റെഫ്യൂജീസ്. അഭയാർത്ഥികൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുടിയേറി വരുന്ന ഈ അഭയാർത്ഥികൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ആ ഒരു സമയത്ത് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുവാനുള്ളത്.
സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ഇന്ത്യ എന്നൊരു രാജ്യമായിട്ട് തുടങ്ങുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നമുക്കറിയാം 400-ലധികം പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങൾ അടങ്ങുന്നതായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എങ്ങനെയായിരുന്നു നടത്തിയത്? ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്തെടുത്തത്? ദെൻ റീഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സ്റ്റേറ്റുകളെയൊക്കെ എന്തിൻ്റെ ബേസിൽ? നമുക്കറിയാം ലാംഗ്വേജിൻ്റെ ബേസിലാണ് ഇന്ത്യൻ സ്റ്റേറ്റുകളെയൊക്കെ റീഓർഗനൈസ് ചെയ്തത്. അതിൻ്റെ റീഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു? സ്റ്റേറ്റുകളെയൊക്കെ എന്നാണ് റീഓർഗനൈസ് ചെയ്തത്? ദെൻ ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിട്ടുള്ള ട്രൈബൽ ഇഷ്യൂസ് ഏതൊക്കെയായിരുന്നു? ഇന്ത്യയിൽ നേരിട്ടിട്ടുള്ള ട്രൈബൽ ഇഷ്യൂസ് ഏതൊക്കെയായിരുന്നു? ദെൻ ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസികൾ ഏതൊക്കെയാണ്? ദെൻ നെഹ്റുവിയൻ ലെഗസി ആൻഡ് നാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ അലൈൻഡ് മൂവ്മെന്റ് ആണ്. നെഹ്റുവിയൻ ലെഗസി ആൻഡ് നോൺ അലൈൻഡ് മൂവ്മെന്റ്. ദെൻ JP മൂവ്മെന്റ്, ജയപ്രകാശ് നാരായൺ മൂവ്മെന്റ് എന്നാണ് JP മൂവ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. ജയപ്രകാശ് നാരായൺ മൂവ്മെന്റ് എന്തായിരുന്നു? അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഡിമാൻഡുകൾ എന്താണ്? അതിന്റെ പ്രോസസ്സ് എന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ദെൻ എമർജൻസി പീരീഡ്, അടിയന്തരാവസ്ഥ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു പ്രത്യേക അടിയന്തരാവസ്ഥ കാലം ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലം അല്ലെങ്കിൽ എമർജൻസിയെ പ്രഖ്യാപിച്ചത്? ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ദെൻ പ്രധാനപ്പെട്ട ലാൻഡ് റീഫോംസ് ഏതൊക്കെയായിരുന്നു? ദെൻ നക്സൽ മൂവ്മെന്റുകൾ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നക്സൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ നക്സൽ മൂവ്മെന്റ്സിൽ നമുക്ക് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകളൂടെ പഠിക്കാനുണ്ട്. നക്സൽ മൂവ്മെന്റ്സ് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളതാണ് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ്സ്. അതായത് ഈ സ്റ്റേറ്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള മൂവ്മെന്റുകളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പഞ്ചാബ്, ആസാം, നാഗാലാൻഡ്, ഈ 3 സ്റ്റേറ്റുകളുടെ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകളുമാണ് പഠിക്കാനുള്ളത്. ഇത്രയാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ മെയിൻ ടോപ്പിക്കുകളായിട്ട് നോക്കാനുള്ളത്. തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പം അവിടെ ഞാൻ പറഞ്ഞു, തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച എക്കണോമിക്സിൽ പഠിച്ച ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. പ്ലാനിംഗ് കമ്മീഷൻ, ഇത് നമ്മൾ ഇന്ത്യ നേഷൻ ഇൻ ദ മേക്കിങ്ങിലും പഠിച്ചതാണ്, അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ പേപ്പറിലും പഠിച്ചതാണ്. പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യയിൽ എങ്ങനെയാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്? അതായത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ഒരു പ്ലാനിംഗ് കമ്മീഷൻ, അതായത് ഇന്ത്യയുടെ എക്കണോമി തകർന്നു കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ മേജർ ഓക്യുപ്പേഷൻ ആയിട്ടുണ്ടായിരുന്ന കാർഷിക മേഖല വളരെ തകർന്ന പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒക്കെ ലക്ഷ്യത്തോടെയാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷന്റെ മെയിൻ അജൻഡാസ് എന്തൊക്കെയായിരുന്നു അവിടെ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട റീഫോംസ് നടത്തിയത് എന്തൊക്കെയായിരുന്നു? പ്ലാനിംഗ് കമ്മീഷന്റെ ഫലമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് 5 ഇയർ പ്ലാൻസ്. 5 ഇയർ പ്ലാൻസ് മേജറായിട്ട് കൊണ്ടുവന്നിട്ടുള്ള 5 ഇയർ പ്ലാൻസ് ഏതൊക്കെയാണ്? അതിന്റെ ഒബ്ജക്റ്റീവ്സ് മൊത്തം 12 5 ഇയർ പ്ലാൻസ് ആണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? അതിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് നടപ്പിലാക്കപ്പെട്ടത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അത് കഴിയുമ്പോൾ അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? അതായത് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് 5 ഇയർ പ്ലാൻസിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ. അതിനുശേഷമുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് റെവല്യൂഷൻസ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട റെവല്യൂഷൻസ് ഏതൊക്കെയാണ്? ഗ്രീൻ റെവല്യൂഷൻ ഉണ്ട്, വൈറ്റ് റെവല്യൂഷൻ ഉണ്ട്, ബ്ലൂ റെവല്യൂഷൻ ആൻഡ് യെല്ലോ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നതോ അത് നമ്മുടെ മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് യെല്ലോ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓയിൽ സീഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്, ബാങ്കുകളുടെ സ്വദേശിവൽക്കരണം എന്തായിരുന്നു? എത്ര ബാങ്കുകളാണ് ആദ്യം സ്വദേശിവൽക്കരിച്ചത് എന്നീ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ദെൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇന്ത്യയിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. ദെൻ ഡീമോണിറ്റൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കോണമിയിൽ 2016 ഒരു ഡീമോണിറ്റൈസേഷൻ നടന്നിട്ടുണ്ട്. അതെന്താണ്? ആ പോളിസി എന്തായിരുന്നു? അതിൽ നിന്ന് ഇന്ത്യൻ എക്കോണമി നേരിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ദെൻ അതിനുശേഷം
ഇത്രയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് കുറഞ്ഞ ടോപ്പിക്കുകളേ ഉള്ളൂ. ഡീസെൻട്രലൈസേഷൻ ആൻഡ് പഞ്ചായത്തി രാജ്. എന്താണ്? അധികാരം വികേന്ദ്രീകരണം എന്നൊക്കെ പറയും. അധികാരം ചിലരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അധികാരത്തെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓരോ സ്റ്റേറ്റിന്റെയും അധികാരത്തെ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലെ അധികാരം ഓരോ ഡിസ്ട്രിക്റ്റുകളിൽ കൊടുക്കുന്നു. പഞ്ചായത്തി രാജ് നടപ്പിലാക്കുന്നു. നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്, പിന്നെ വാർഡുകളിലേക്ക് പോകുന്നു. അങ്ങനെ വാർഡുകളിൽ നിന്നും ഗ്രാമപഞ്ചായത്തിലേക്കും, ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്കും അധികാരങ്ങൾ എന്ത് ചെയ്യുന്നു? വിഭജിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു പഞ്ചായത്തി രാജ്. അതിൻ്റെ പ്രോസസ്സുകൾ എന്നാണ് അത് നടപ്പിലാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ കൺസോളിഡേഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണൽ ഫോഴ്സസ് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ പ്രധാനമായിട്ടും വരുന്ന കമ്മ്യൂണൽ ഫോഴ്സുകളും കാസ്റ്റ് കൺസോളിഡേഷനും ഒക്കെ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ്സ്. ഇന്ത്യയിൽ വന്നിട്ടുള്ള ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റുകളുടെ നേച്ചർ എന്താണ്? ദെൻ വുമൻസ് റിസർവേഷൻ. ഇന്ത്യയിൽ വുമൻസ് റിസർവേഷൻ എന്ന് മുതലാണ് നടപ്പിലാക്കിയത്? അതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ്, എവിടെയൊക്കെയാണ് വുമൻസിന് റിസർവേഷൻസ് ലഭിച്ചിട്ടുള്ളത്? ദെൻ നെക്സ്റ്റ് വൺ NEP. എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സിൻസ് 1991 വരെയുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് ഒക്കെ ഏതൊക്കെയായിരുന്നു? ദെൻ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട്, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, അതിനെ ഇന്ത്യയെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നീ കാര്യങ്ങളാണ് നമുക്ക് 4th മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഇത്രയാണ് നമുക്ക് മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിൽ പഠിക്കാനുള്ളത്. ചെറിയൊരു പേപ്പറാണ്, സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ്. നമുക്ക് എല്ലാ പേപ്പറിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് തന്നെയാണല്ലോ പറയുന്നത്. സിമ്പിളായിട്ടാണ്. മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇത് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ട്സ് വിത്ത് ക്ലാസ് ആയിട്ടുള്ള ലെക്ചർ ക്ലാസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, കൃത്യമായിട്ട് നോട്ടുകൾ എഴുതി, ഷോർട്ട് നോട്ട് എഴുതി റെഫർ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, so thank you.